guys, I'm Rusdan and welcome back. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ ഗോൾ ഞാൻ ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞല്ലോ, ചെറിയൊരു വീറ്റ് ഫാർമ്, ഹങ്കർസിനൊരു വീറ്റ് ഫാർമ് ഒരു സെറ്റിൽമെൻറ്റ് ഞാൻ കരുതിയിട്ടത്, ബട്ട് ഒത്തില്ല. ഞാൻ ബെഡ് തെറ്റിയാണ്ടാന്ന് വെച്ചാൽ ഇപ്പോൾ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്നെല്ലാം പാടം തന്നെ നോക്കാം. പിന്നെ കഴിഞ്ഞ വീഡിയോ നോക്കിയപ്പോൾ ആ വീഡിയോയിൽ ബ്ലോക്കിൻ്റെ സൗണ്ട് കുറച്ച് കൂടുതലായതുകൊണ്ട് ഞാൻ പറയുന്ന സൗണ്ട് കേൾക്കുന്നില്ല. അങ്ങനെ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഈ ബ്ലോക്ക് സൗണ്ട് കുറച്ച് കൂടുതലായിരുന്നു. മ്യൂസിക് ചിലപ്പോൾ കോപ്പറേറ്റ് ഇടാൻ ചാൻസ്. മ്യൂസിക് ഞാൻ ഇടുന്നില്ല. കോപ്പറേറ്റ് കിട്ടില്ലെന്ന് അറിയില്ല, ബട്ട് ഞാൻ ഇടുന്നില്ല. ഹോസ്റ്റൽ ഇതെല്ലാം നമുക്ക് കുറച്ചിടാം. കേസ് 36 ലെവൽ കിടന്നിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന സൗണ്ട് കേൾക്കുന്നില്ല നിങ്ങൾക്ക്. മാസ്റ്റർ വോളിയോ തന്നെ ഒന്ന് നമുക്ക് വെച്ചേക്കാം. കുറക്കട്ടെ, പ്ലേ സോളിൻ്റെ ബട്ടൺ കുറക്കട്ടെ. വോയിസ് പിന്നെ ഓക്കെയാണ് കുറച്ചൊക്കെ. നമ്മളിപ്പോൾ അന്ത്യമായിട്ട് എൻ്റെ റബ്ബ് ക്രീപ്പറിൽ കറങ്ങുന്നതായിരുന്നു. എന്ത് ചെയ്യുന്നതായിരിക്കും, നമ്മൾ ഇറങ്ങുന്നതായിരിക്കും. ഇപ്പം ഇറങ്ങിയ അമ്മമാരെ തട്ടി ഇങ്ങനെ അടച്ചില്ല. എന്ത് ലേറ്റ് ആവാത്തത്? ഓക്കെ അത് വരുന്നു. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. FK പാട്ട് ഞാൻ വീഡിയോ കട്ട് ചെയ്യുന്നതായിരിക്കും, കാരണം നിങ്ങൾക്കത് ബോറായിരിക്കും. ബട്ട് ഞാൻ വന്നിട്ടാണ് പ്രാക്ടീസിലൊന്നും ഇട്ടിട്ടുള്ളത്. ഡിഫിക്കൽട്ടി നോർമലാണ് ഇട്ടിട്ടുള്ളത്. അങ്ങനെ ചിലപ്പം മോബ്സ് സ്പോണാവും. നോർമൽ മോബ്സ് സ്പോണാകുമ്പോൾ നമുക്ക് നല്ല ഡാമേജ് ഇടാൻ ചാൻസ്. അല്ലെങ്കിൽ തന്നെ ഹങ്കർ കുറവാണ്. ഇവൻ്റെ ഒരു ആപ്പ് ഉണ്ടായിരുന്നല്ലോ, അത് ഒന്നേക്കാം. അതിന് പുറത്ത് ഒന്നേക്കാം. പോയ 2 ഹങ്കർ അല്ലെങ്കിൽ നമുക്കൊന്ന് ഇറങ്ങി നോക്കാം എന്താണ് പുറത്തവസ്ഥ നോക്കാം. ഇതുണ്ട്, നമുക്ക് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ എതിരാണ് മൈനസ്. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കാം. ഇതിലിപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ സ്ക്രീൻഷോട്ട് കാണിച്ചു. ഓക്കെ, സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ അത് സ്ക്രീൻ ലാഗാണ്. ഞാൻ പ്രശ്നം കണ്ടെത്തി, എനിക്ക് ചെറുതായിട്ട് ലാഗ് അടിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് ലാഗ് അടിക്കുന്നുണ്ടാവും. അത് ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ വീഡിയോയുടെ ക്വാളിറ്റി നല്ല രീതിയിൽ കുറയും. കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഞങ്ങൾക്ക് നല്ല അടി കിട്ടാൻ നമുക്ക് നല്ല രീതിയിൽ വീഡിയോൻ്റെ ക്വാളിറ്റി കുറയാൻ ചാൻസ് ഉണ്ട്. കാരണം പറഞ്ഞു തന്നത് വീഡിയോൻ്റെ ക്വാളിറ്റി നല്ല രീതിയിൽ കുറയും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇനി മുതൽ നമ്മൾ ചിലപ്പോൾ ഹാൻഡ് ക്യാം വെച്ചിട്ടില്ലെങ്കിൽ ഞാൻ കളിക്കുമ്പോൾ മുകളിൽ ക്യാമറ വെച്ചിട്ടായിരിക്കും, പിന്നെ കുറച്ചും കൂടി ക്വാളിറ്റിയും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. എന്ന് വെച്ചാൽ പിന്നെ സ്കിന്ന് നോക്കണ്ട കേട്ടോ. ആ സ്കിന്നെ മാറ്റാൻ വലിയ ചോറേ. മോഡ് പാക്ക് കിട്ടപ്പോഴും സുദിനെ വെള്ളം കിട്ടപ്പോഴൊക്കെ നോക്കി, ബട്ട് സ്കിന്ന് റെഡിയായി. പിന്നെ ഞാൻ അതങ്ങ് വയ്ക്കും. സ്കിന്ന് നമുക്ക് റെഡിയാക്കാം. പിന്നല്ല നമ്മളല്ലാതെ പിന്നെ ഞാൻ റെഡിയാക്കും. നമ്മളെ എന്താ പെട്ടെന്ന് അന്ത്യാവും. അന്ത്യായിട്ട് രാവിലെ ഫസ്റ്റ്
എത്ത് കൊടുക്കണാവോ സ്കെൽട്ടൺ സൗണ്ട് പിന്നെ കാര്യം പറയാം. അപ്പം നമ്മളെ ചാനലിൽ മറ്റേ ഈ മോണിറ്റൈസേഷൻ തുടങ്ങിയാൽ മാത്രമേ ഞാൻ ലൈവ് ഇടത്തുള്ളൂ കേട്ടോ. അതുവരെ ലൈവ് ഒന്നും പ്രതീക്ഷിക്കണ്ട. മോണിറ്റൈസേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയ ചെറിയ ലൈവൊക്കെ വരും. ആ ലൈവ് എങ്ങനെ എന്തായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഫ്രീ ഫയർ ലൈവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഉറപ്പിച്ച് പറയുന്നില്ല. കാരണം ഒരുപാട് ഫ്രീ ഫയർ അക്ഷയ് ബ്രോ, അതേപോലെ തന്നെ നമ്മുടെ സ്വന്തം അത് ലാംബോ ബ്രോ, വാക്സ് ബിൾസൺ ബ്രോ, ഇവരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇൻ്റർനാഷണൽ പരിപാടിക്ക് ഇറങ്ങുമ്പോൾ അപ്പം ഫ്രീ ഫയർ ചിലപ്പോഴേ ഞാൻ ലൈവ് ഇത് വരുള്ളൂ ലൈവൊക്കെ. അല്ല ഈ മൈൻക്രാഫ്റ്റോ അല്ലെങ്കിൽ എമംഗസോ അതുപോലെ എന്ത് ഗെയിമുകൾ വരും ഇൻഷാ അല്ലാഹ്. നമ്മൾ ലൈവ് വരും മോണിറ്റൈസ് തുടങ്ങി കഴിഞ്ഞാൽ. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ സപ്പോർട്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പൈസ കിട്ടി കഴിഞ്ഞാൽ നമ്മളെന്തായാലും അത് മോണിറ്റൈസേഷൻ ഓൺ ആയി കഴിഞ്ഞാൽ നമ്മളെന്തായാലും ലൈവ് സ്ട്രീം ചിലപ്പോൾ വരും. അതേപോലെ തന്നെ നമ്മളെ മറ്റേ പല കാര്യങ്ങളും തുടങ്ങുന്ന കാരണം റവന്യൂ കിട്ടി തുടങ്ങുമല്ലോ. അപ്പോൾ നമുക്ക് പലരും ചെയ്യാൻ തോന്നില്ല. അപ്പോൾ അതാണ് കാര്യം പറയാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് നേരം വിളിച്ചത്. ഞാൻ ഒന്ന് ആക്കിയേക്കാണ് കാരണം ഇത് പറ്റൂല. കാരണം ഒരുപാട് അപ്പോൾ ചെറിയൊരു ഞാൻ ഇത് വീഡിയോ കാണിക്കുന്നുണ്ടാവില്ല. അപ്പോൾ AFK കഴിഞ്ഞിട്ട് നിങ്ങളതിനെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ചെറിയൊരു സംഭവം സംഭവിച്ചു. ചാറ്റ് കണ്ട ആവശ്യമുണ്ടോ മോൺസ്റ്റർ ഹണ്ടർ ചെറിയ അച്ചീവ്മെൻ്റ് ഇതായി. എന്തുണ്ടായി ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഞാൻ ഇങ്ങനെ സുഖമായിട്ട് AFK നോക്കിയത് കുറച്ച് നേരം മുന്നേ ഒരു ചെറിയ സ്കെൽട്ടൻ്റെ സൗണ്ട് ഇട്ടുണ്ടായിരുന്ന ആ സ്കെൽട്ടൻ അവിടെ തന്നെ നിൽക്കുന്നു. ലാസ്റ്റ് ഞാൻ AFK നിന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ആയോ നോക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഈ പണ്ടാരം പിടിച്ച സ്കെൽട്ടൻ വന്നിട്ട് നേരെ കുറുകെ ചാടും. എന്തായാലും നമ്മളെ പുട്ടടി ഇത് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഹെൽത്ത് ഇടാൻ പറ്റുന്ന നമുക്ക് ഇവരോട് കിടക്കാം. രാവിലായി ഇതിൻ്റെ കോർഡിനേറ്റ് അപ്പോൾ ഗൈസ് നമ്മുടെ ഫസ്റ്റ് ഡെത്തും കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ ഒരു അന്തമില്ല തന്നെയാണ്. ബട്ട് ഇതൊക്കെ മൈൻക്രാഫ്റ്റ് ഗെയിം പ്ലേ സാധാരണമാണ്. കൂടുതലായിരുന്നു ഗെയിമിലാ കളിക്കുന്ന എന്തിലാക്കട ഇതിലെങ്ങനെയല്ല പോയത്. സുധീപ് ബ്രോൻ്റെ എന്തോ കാര്യം ഹെൽത്ത് ഒന്ന് അയ്യോ സോറി FPS ഒന്ന് കൊണ്ടുവന്നോട്ടെ. 84 ഞാൻ പറഞ്ഞിരിക്കാനാണ് എത്തണം. എവിടെയായിരുന്നു തീർച്ചയായിട്ടുണ്ട്. പിന്നെ അല്ല ഇത് കോഡിനേഷൻ ഇപ്പം സോർട്ട് കൊടുത്തിട്ട് നമുക്ക് എക്സ് സ്വാഡ് ഷവള് നമുക്ക് ഇനി കുറച്ചും കൂടി ഫ്ലാഗ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ചെസ്റ്റ് ഉണ്ടാക്കാം.
ചെസ്റ്റിൻ്റെ ടെസ്റ്റർ ഉണ്ടായിരുന്നു. ഇത് ചെസ്റ്റിൻ്റെ സംഭവം ഞാൻ ചെറിയ അതിന് മോട്ടിട്ടുണ്ട്. ഇതിൽ നമുക്ക് വേണ്ട എന്തെങ്കിലും ഉണ്ടോ? ബ്ലോക്ക് സീറോ. യെസ് ഗൈസ്, ഞാൻ ചെറിയൊരു ഹണ്ടിങ്ങിന് പോവാണ്. എന്തെങ്കിലും വേണ്ടേ? ഇതിപ്പോൾ അന്ത്യാവുന്ന രാജാവാണ്. ഇത്ര പറഞ്ഞ ഇന്ത്യ. ഇവിടെ ഒന്നും ആരും ഇല്ലല്ലോടാ. ഇപ്പം ഇങ്ങനെ നടക്കണം. ഇവിടെ ഇന്നലെ ബസ് ഇട്ടത്തുള്ളൂ. എനിക്കിപ്പോൾ ലാഗ് അടിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ചത്ത ലാഗാണ്. റെഡിയാക്കും എല്ലാം നമ്മൾ റെഡിയാക്കും. അയ്യോ, ആരിത്? മാമനോ? ഇതോടെ പോയി. എടാ ചിക്കൻ്റെ മോനെ, നീ എത്ര ഒരുമാതിരി മീനാട്ടോ ചെയ്യുന്ന പോലെ ടെലിപ്പോർട്ട് ചെയ്യുന്നാടെ. നീ ആര് മീനാട്ടോ ചെയ്യോ? നീടാ എടാ പല്ല് ചിക്കനെ ഇവിടെ നില്ലടാ പുണ്ടേ. വൺ ഷോട്ട് അടിച്ചിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. നമ്മൾ അടുത്ത വൺ ഷോട്ട് അടിക്കാൻ പോകുന്നു. അസ്സലാമലൈക്കും. വണ്ടി പൂണ്ട. അയ്യോ എന്താ എന്നെ കണ്ടേ? അതൊരു ബക്കറ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ കുറച്ച് യൂസ്ഫുള്ളാവും. മനസ്സിലായോ? നമുക്ക് കോർഡിനേറ്റ്സിലോട്ട് പോകാം. അതിനെ കണ്ടില്ല കുക്കടയാം. എടാ ഇക്കൊന്നും കൊല്ലണം താല്പര്യം ഉണ്ടാവുന്നത്. സ്ലിപ്പ് ചെയ്ത് പൊട്ടത്തരമേ ചെയ്യത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ വീടോടെ പോയിടാ. ഇങ്ങോട്ടല്ലേ അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മൾ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഈ ചെസ്റ്റില് നമുക്ക് ഇതുണ്ട്. ഇതാണ് ലിഫ് എന്തോ സാധനം കരിക്കാൻ പറ്റും. ഇത് കരിക്കാതെ തികത്തൊന്നുമില്ല. ബട്ട് ഉള്ളത് കൊണ്ട് പോകണം പോലെ എന്നുള്ള നാമത്തോടെ നമ്മൾ ഇത് കരിക്കണം. ഗൈസ് ഫേസ് ക്യാം ചെയ്യാൻ പറ്റും. നമ്മൾ ഫേസ് ക്യാം ചെയ്തു. അപ്പോൾ സോറി ഗൈസ്, വീഡിയോൻ്റെ ഇടയിൽ കയറി സംസാരിക്കുന്നതിന് സോറി. സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഗ്രാൻഡ് ഫുഡ് കഴിക്കാൻ വിളിച്ചു. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫുഡ് കഴിക്കാൻ വരാമെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു സമയത്ത് ക്ലിപ്പിൽ ഗ്രാൻഡ് പാൻ്റെ വോയിസ് വരുന്നുണ്ട്. ആ ഒരു സമയത്ത് ഈ വോയിസിൻ്റെ ഇത് ആവണ്ടാന്ന് കരുതിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇവിടെ പോക്ക് ചോപ്പ് ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിലിപ്പോൾ ഫോറസ്റ്റിൽ പോക്ക് ചോപ്പ് ബുക്ക് ചെയ്തുകൊണ്ടിരിക്കും. പോക്ക് ചോപ്പൊക്കെ കുറച്ച് പൊരിച്ചിട്ടിട്ടുണ്ട്, ഫുൾ കുക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, വെള്ളക്കട ഞാൻ പന്നിനെ കൊണ്ടുണ്ടാക്കിയ പോക്ക് ചോപ്പ് എന്താ ടേസ്റ്റ് ഒന്നും പറയാം ഗൈസ്. നല്ല പോക്ക് ചോപ്പ് കേട്ടോ, ഒന്നും പറയാൻ കേട്ടോ. കുറേ ആൾക്കാർ പറഞ്ഞിട്ടോ ഇജ് എടുത്തോണ്ടാണ് എനിക്ക് അങ്ങനെ പറയുന്നത്. അങ്ങനെയൊന്നുമില്ല. ഞാൻ കജൂർ ഉണ്ടാക്കിയ പോക്ക് ചോപ്പ് രസം തോന്നിയല്ല. എൻ്റെ
ആഗ്രഹമായിരുന്നു. എൻ്റെ ഒരു മാതൃകയാണ് ടെക്നോബ്ലേഡ്. പുള്ളിക്കാരന് വേണ്ടി എൻ്റെ വേൾഡിൽ ടെക്നോബ്ലേഡ് ബ്രോക്ക് വേണ്ടി പുള്ളിക്കാരൻ സങ്കടം എന്നാലും പുള്ളിക്കാരൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ടെക്നോബ്ലേഡ് ബ്രോക്ക് വേണ്ടി എൻ്റെ ഒരു പൂ ടെക്നോബ്ലേഡ് അവരുടെ സങ്കടമുണ്ട്, കളിയൊക്കെയല്ല സങ്കടമുണ്ട്. ബട്ട് പുള്ളിക്കാരന് ഇപ്പോൾ ഇല്ല, പുള്ളിക്കാരോടല്ല. ഒന്നും പറയാം, ഈ ടെക്നോബ്ലേഡ് ബ്രോനെ പെടുവാറ സമ്മതിച്ച് കൊടുത്തേ വരത്തുള്ളൂ. എന്ത് സ്പീഡാണ് ഇതൊക്കെ കളിച്ചിരുന്നു, അതിശയമായിരുന്നു. അടുത്ത പ്രഭാട് ബ്രാഹ്മണ നമുക്കൊരു ബെഡ് വേണം. ബെഡ് സോറി, ഞാൻ പറഞ്ഞതിൻ്റെ ഒരു വീറ്റ് ഫാർമായിരുന്നു. വീറ്റ് ഫാർം ഉണ്ടാകുമ്പോൾ ചോറയാണ്. പിന്നെ അത് വളരെ പിന്നെ ഇവിടെ ലീവ്സ് അപ്പോൾ അതും ഇത് ഈ സീഡ്സ് ഇട്ടാൽ കാരണങ്ങൾ കൊണ്ട് ചെയ്യുന്നില്ല. ഷെയ്ഡർ ഇട്ട് ഞാൻ കളിക്കാൻ കരുതിയിട്ടുണ്ട്. പക്ഷേ ഞാൻ മറ്റേ ഷെയ്ഡർ കളിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഈ ഷെയ്ഡറിട്ട് കളിച്ചാണെങ്കിൽ ഇങ്ങനെയൊന്നും പറ്റില്ല. ഷെയ്ഡറിട്ട് കളിച്ച് നല്ല FPS മൊബൈലൊക്കെ വേണം. നമ്മളെടുത്തിട്ട് ബേസ് മൊബൈലാണ്. വെള്ളമൊന്നുമില്ല, വലിയൊരു മഷ്റൂമിൻ്റെ അത്. അയ്യോ ഹോസ്റ്റലിലേക്ക് പോണോ? പറ്റി ഈ ബെഡ് എന്തൊരു ഇതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ എന്തായാലും നമുക്കൊരു ബെഡ് കാണാം. പിന്നെ സംഭവിച്ചത് എന്താ എന്നറിയില്ല. എൻ്റെ കഷ്ടകാലത്തിന് ഇവിടെ ഷീപ്പൊന്നും സ്പോണാവുന്നില്ല. അപ്പോൾ ഗൈസ് അങ്ങനെ ഇനി വീഡിയോ ചെയ്യാൻ കുറച്ചും കൂടി ടൈമുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റൂല. ആ ഒരു സമയം അതിക്രമിക്കാനായിരിക്കുന്നതുകൊണ്ട് കുറച്ച് റിസോഴ്സ് പാക്സ് ഞാൻ പരിചയപ്പെടുത്തിയാണ്. കാരണം FPS-ഉം നല്ല കുറവുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ റിസോഴ്സ് പാക്സ് ഒന്ന് പരിചയപ്പെടുത്താനും കുറച്ച് പരിചയപ്പെടുത്താൻ ടൈം കിട്ടുള്ളൂ. പറ്റില്ലൊക്കെ ഞാനൊന്ന് പരിചയപ്പെടുത്താനും. ഇത് UI ആട്ടോ. ഇത് മറ്റേ ഗ്ലാസ് ഫിക്സ് ആ ഒരു സംഭവം അതിൻ്റെ UI ആണ്. ഇത് നിങ്ങൾക്ക് ഇതിങ്ങനെ ഒരു ഇതാണ്. പിന്നെ ഞാൻ ഈ ലീവ് കൈ പിടിച്ചപ്പോൾ നിങ്ങൾ കണ്ടിരുന്നു, അതിങ്ങനെ പെട്ടി രൂപത്തിലാണ്. അങ്ങനെ ഐക്കോൺ ഇങ്ങനത്തെ ഫയൽ ഐക്കൺ അങ്ങനത്തെ എല്ലാത്തും ഐക്കോൺ ഉള്ളതാണ്. എൻ്റെ ബോക്സിന് എന്തിനൊക്കെ ഉള്ളതാണെന്ന് കാണിക്കുന്നതാണ് ഈ റിമോട്ട് പാക്ക്, ഈ റിസോഴ്സ് പാക്ക്. ഇത് റീക്രാഫ്റ്റ് കണ്ടെയ്നേഴ്സ് ഞാൻ മറ്റേ ക്രാഫ്റ്റിൻ്റെ ആൾ തമ്മിലുണ്ടോ, അത് റീക്രാഫ്റ്റ് കണ്ടെയ്നേഴ്സ് വഴിയാണ്. ബെയർബോണ് ആ ഒരു ഇതിൽ മൈൻക്രാഫ്റ്റിൻ്റെ മൂവിയിൽ മൈൻക്രാഫ്റ്റിൻ്റെ ട്രെയിലറുള്ള പോലെ ഗെയിം ആക്കാൻ വേണ്ടിയാണ്. ഇതിൻ്റെ ആവാൻ വയ്യാതുകൊണ്ട് തന്നെ AFK വിത്ത് വീഡിയോ നമ്മളൊന്ന് അവസാനിപ്പിക്കാൻ പോകണം. നമ്മുടെ ഒരു ടോർച്ച് ഇങ്ങനെ നമ്മൾ പിന്നെ നമുക്ക് വൂള് കിട്ടിയില്ല, അല്ലെങ്കിൽ ഷീപ്പിനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും, മറ്റേ സ്പൈഡറിനെ കൊന്നിട്ട് മറ്റേ സ്ട്രിങ് കണ്ടെത്തിയിട്ട് സ്ട്രിങ് വെച്ചിട്ട് വൂളുണ്ടാക്കും. അതിൽ ബെഡ് ചെയ്യാറില്ല, ബെഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോയും എനിക്ക്